നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് ശരിക്കും സഹതാപമുണ്ട് മേഘനെ. നീ എന്റെ ശത്രുവാണെങ്കിലും നിന്നെ ഞാനിപ്പോ ഇങ്ങനെ കാണുമ്പോ എനിക്ക് അയ്യോ പാവെന്നൊക്കെ തോന്നാറ്. ഇത്രയും നാള് നീ മിഥുന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മിഥുനുമായിട്ടൊന്ന് ഒന്നിച്ചു കഴിഞ്ഞപ്പോ സ്വന്തം അനിയത്തി തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. നിനക്ക് ഒന്നിനും മീതെ ഒന്നായി എപ്പോഴും പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ കഷ്ടകാലത്തിന് ഫുൾ സ്റ്റോപ്പ് ഇല്ലല്ലോ. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? തീർച്ചയായിട്ടും അത് ഞാനാണ്. യെസ്, നിന്റെ ഈ കഷ്ടകാലത്തിന് എല്ലാം കാരണക്കാരി ഈ ഞാനാണ്. ഞാനിപ്പോ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നോ നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? എന്റെ മിഥുനെ നീ എനിക്ക് തന്നെ തന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നിനക്ക് സമാധാനം ഉണ്ടായേനെ. ഇനിയും സമയമുണ്ട് മേഘന. നീ ഒഴിഞ്ഞതെല്ലാം ഞാൻ നിർത്തിയേക്കാം. അപ്പോ മിഥുനെ എനിക്ക് തിരിച്ചു തരുമല്ലോ? അങ്ങനെ വാങ്ങാനും വിൽക്കാനും വസ്തുവൊന്നല്ലോ. വസ്തുവല്ലെന്നൊക്കെ എനിക്കും അറിയാം. എന്ത് സാധനമാണെങ്കിലും അതിനൊരു റേറ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ നമ്മൾക്കൊരു വിലയില്ലേ? ഒരു സാധനത്തിന്റെ വില നിശ്ചയിക്കുന്നത് അതിന്റെ ഓണറാ. പക്ഷെ മിഥുന്റെ പ്രൈസ് അത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഞാനാണ്. പക്ഷെ ആ പ്രൈസ് പൈസയുടെ രൂപത്തിലല്ല എനിക്ക് വേണ്ടത്. നിന്റെ കണ്ണീരാണ് എനിക്ക് ആ വില. എന്നെ നീ എത്ര തന്നെ കഷ്ടപ്പെടുത്തിയാലും ശരി, എന്റെ ഭർത്താവിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. പരസ്ത്രീയെ ആഗ്രഹിച്ച രാവണനെ എന്താ സംഭവിച്ചെന്നറിയില്ല നിനക്ക്. പരപുരുഷനെ ആഗ്രഹിച്ച ശൂർപ്പണഖയ്ക്ക് അവസാനം എന്താ സംഭവിച്ചെന്നറിയാലോ. അത് നീ ഓർക്കുന്നത് നല്ലതാ. ഭർത്താവിന്റെ ജീവന് വേണ്ടി സാവിത്രി ആ യമദേവനോടാണ് പോരാടിയത്. എന്റെ ഭർത്താവിന് വേണ്ടി നിന്നെപ്പോലുള്ള 100 പേരോട് പോരാടാനും എനിക്കൊരു മടിയുമില്ല. ഇനിയും എത്ര നാളിങ്ങനെ ഫൈറ്റ് ചെയ്യും? നീ തളർന്നു പോകും മേഘനെ. എന്നാണെങ്കിലും ശരി, മിഥുൻ എനിക്കുള്ളതാ. നീ ഇപ്പോഴെങ്കിലും മിഥുൻ എനിക്ക് തരുവാണെങ്കിൽ നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും. ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് പുതിയതല്ല. ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഇതിലും വലിയ വലിയ പ്രശ്നങ്ങൾ കണ്ടാ വളർന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലെന്നല്ലേ? എന്നാ ഞാനിപ്പോ നിനക്കുള്ള അടുത്ത ബോംബ് തരട്ടെ. മേഘനെ, ഡാഡ്. മിഥുനേട്ടാ, ഡാഡ്, എന്താ പറ്റിയത്? നമ്മുടെ ഫാക്ടറിയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു വർക്കറിന് ഇഞ്ചുറി ആവുകയും ചെയ്തു. മാനേജറെ കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞത്. ആ വർക്കറിന് ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ മിഥുൻ? അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞേ. ഇപ്പൊ ബാക്കിയുള്ള വർക്കേഴ്സിനെയും കൂട്ടി യൂണിയൻ ലീഡർ സ്ട്രൈക്ക് ആരംഭിച്ചിരിക്കാന്നാ പറഞ്ഞേ. കൊടുത്തവരെല്ലാം പ്രശ്നം ഉണ്ടാക്കാനും തുടങ്ങും. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പരിഹരിച്ചേ പറ്റൂ. മിഥുൻ, നീ ഈ മേഖല കൂടി ഫാക്ടറിയിലേക്ക് ചെല്ല്. എന്നിട്ട് യൂണിയൻ ലീഡറുമായിട്ട് സംസാരിക്കും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം. ആദ്യം ആ വർക്കറിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയട്ടെ. ഓക്കെ ഡാഡ്. മിഥുനേട്ടാ, എന്ന് വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. എടതി, ഒരു മിനിറ്റ്, ഞാനും വരുന്നുണ്ട്. നിങ്ങളിപ്പോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവര് തന്നെ നോക്കിക്കോളും. ആ ഫാക്ടറി എന്റെ... നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയൊന്നും സംസാരിക്കണ്ട, വാ. ഇവരുടെ കയ്യിൽ നിന്ന് വിവേകിനെ ചാരുവിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മേഘനെ, വാ നമുക്കിറങ്ങാം. മാനേജ്മെന്റ് പുതിയ മെഷീൻസ് കൊണ്ടുവരിക. മാനേജ്മെന്റ് മാനേജ്മെന്റ് യൂണിയൻ സിന്ദാബാദ്. മാനേജ്മെന്റ് 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 പുതിയ മെഷീൻസ് കൊണ്ടുവരിക. ഒരു നോട്ടീസ് പോലും ഇല്ലാതെ ഡയറക്റ്റായി സ്ട്രൈക്ക് എങ്ങനെ നടത്തും? വർക്കറിന് ഇഞ്ചുറി ഉണ്ടായത് പഴയ മെഷീൻ ആയതുകൊണ്ട് അപകടം ഉണ്ടായെന്ന് പറഞ്ഞാണ് ഇവരിപ്പോ ഈ സ്ട്രൈക്ക് നടത്തുന്നത്. മെഷീൻസിന് എന്താ പ്രശ്നം? എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ യൂണിയൻ ലീഡർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് സർ. മാനേജ്മെന്റ് പുതിയ മെഷീൻസ് കൊണ്ടുവരിക. യെസ്,
നിന്റെ ഈ കഷ്ടകാലത്തിന് എല്ലാം കാരണക്കാരി ഈ ഞാനാണ്. എന്റെ മിഥുനെ നീ എനിക്ക് തന്നെ തന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയും സമയമുണ്ട് മേഘന. അയാള് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല. ആരും അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാ. അതാരാ മേഘന? ആം, നമ്മുടെ ശത്രുക്കളെ കുറിച്ച് മിഥുനേട്ടന് അറിയാലോ. അവര് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാ. അതാരാണെന്ന് പറയും മേഘനെ. നമുക്കിപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. പോലീസിന് തെളിവാണ് വേണ്ടത്. അപ്പൊ നിന്റെ കയ്യിൽ അതിനുള്ള പ്രൂഫ് ഇല്ലേ? ഉണ്ട്. പക്ഷെ അതൊക്കെ പുറത്തു വരികയാണെങ്കിൽ നമുക്ക് മനുഷ്യരോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമ്മൾ ഇത്രയധികം ദ്രോഹിക്കുന്നവരെ നമ്മൾ ഇനിയും വിശ്വസിക്കണമെന്നാണ് നീ പറയുന്നേ? അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ വേണ്ടത്. അത് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആലോചിക്കുകയായിരുന്നു. ശരിക്കും ഞാനിതൊക്കെ കുറച്ച് നാള് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴാണെങ്കിലും നമുക്കത് ചെയ്യാലോ. ഇത് അതിനുള്ള സമയമല്ലേ? അല്ല മിഥുനേട്ടാ, കുറച്ചും കൂടെ കഴിയട്ടെ. അവർക്ക് നീ എന്തിനാ സമയം കൊടുക്കുന്നേ? നീ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കാണിക്കുന്ന ഈ സഹനവും ക്ഷമയൊക്കെ ശത്രുവിന്റെ മുമ്പിലും കാണിക്കുന്ന എന്തിനാ? അവർക്ക് സ്വയം തിരുത്താനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? മാനേജ്മെന്റ് പുതിയ മെഷീൻസ് കൊണ്ടുവരിക. മാനേജർ സർ, യൂണിയൻ ലീഡറുമായിട്ട് സംസാരിക്കണം. ഓഫീസിലേക്ക് വരാൻ ഓക്കെ പറയൂ. മാഡം. മാനേജ്മെന്റ് പുതിയ മെഷീൻസ് കൊണ്ടുവരിക. മാനേജ്മെന്റ് സാറും മാഡം വന്നിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ. ഞാൻ അതിന് ഇവിടുന്ന് ഇങ്ങോട്ടും വരില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരോട് സംസാരിക്കാൻ വേണ്ടി പറ. അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയല്ലേ വിളിക്കുന്നേ? മാഡവും സാറും വന്നിരിക്കുന്നത് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാനല്ലേ? അങ്ങനെ ഒരു ചർച്ച ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നടക്കട്ടെ. 4 ചുവരുകൾക്കുള്ളിൽ അത് വേണ്ട. എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുമില്ല. നീ തന്നെയല്ലേ ഇവരുടെയൊക്കെ ലീഡർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കേ. അങ്ങനെ എല്ലാവരുമായിട്ടല്ല ചർച്ച ചെയ്യാറ്, ലീഡറുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടത്തിൽ 2 വർക്കേഴ്സിനെ കൂടി വിളിച്ചോളൂ. അതൊന്നും പറ്റില്ല. ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറയേ. മാനേജ്മെന്റ് പുതിയ മെഷീൻസ് കൊണ്ടുവരിക. മാനേജ്മെന്റ് 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 പറയേ. മാഡം, മിഥുൻ സാറും മേഘന മാഡവും കൂടി ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. മാഡം പറഞ്ഞതുപോലെ ഞാൻ അവരോട് സംസാരിക്കാൻ പോയില്ല. പ്രശ്നം വഷളാക്കി. എല്ലാവരോടും ഒന്നിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞു. വെരി ഗുഡ്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാനിനി മീഡിയക്കാരെയൊക്കെ അങ്ങോട്ടേക്ക് അയക്കാം. മിഥുന്റെ ഫാമിലിയിലും ഫാക്ടറിയിലും ഒക്കെ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് ഈ ലോകം മുഴുവൻ അറിയാൻ പോവാണിന്ന്. ഓക്കെ മാഡം. മാഡം, മീഡിയക്കാരെത്തിയിട്ടുണ്ട്. ബാക്കി ഞാൻ നോക്കിക്കോളാം. മാനേജ്മെന്റ് പുതിയ മെഷീൻസ് കൊണ്ടുവരിക. മാനേജ്മെന്റ് ഇത്രയും നല്ല മൊമെന്റ്സ് ഒക്കെ ഇപ്പൊ സരയുന്റെ കൂടെ ഇരുന്ന് ലൈവ് കാണുന്നതാ നല്ലത്. മാനേജ്മെന്റ് സാർ, എന്താ ഇവിടെ സംഭവിച്ചത്? എന്തിനു വേണ്ടി ഈ സമരം? നിങ്ങളുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? ഈ മാനേജ്മെന്റ് ഞങ്ങളോട് അനീതിയാണ് കാണിച്ചത്. അവരുടെ മാത്രം അശ്രദ്ധ കാരണം ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു വർക്കറിന് ഇഞ്ചുറി ഉണ്ടായി. ഇപ്പോഴാ വർക്കറിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. വർക്കറിന് കുറച്ച് സീരിയസ് ആണെന്നാ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. മേഘന മേഡം ചെയർമാൻ ആയതിനു ശേഷം മായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ലാഭം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ അറിഞ്ഞത്. അതൊക്കെ കള്ളാണോ? ആ അറിഞ്ഞതിലൊന്നും ഒരു സത്യവുമില്ല. അവരുടെ വീട്ടിൽ സ്വത്തിന് വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ വഴക്കായിപ്പോ. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ പിന്നെ എങ്ങനെ ശ്രദ്ധിക്കാനാ? എന്ന് വെച്ചാ നന്ദൻ കുടുംബത്തിൽ സ്വത്ത് തർക്കം നടക്കുന്നുണ്ടെന്നാണോ? അതെ, അവിടെയുള്ള സഹോദരങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കം നടക്കുകയാണ്. അത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ ബാധിക്കുന്നേ. മാഡം, മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അവരെ ആരെ വിളിച്ചു വരുത്തേ? ഞാൻ പറഞ്ഞതല്ലേ മിഥുനേട്ടാ, നമ്മൾക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന്. മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് ആ യൂണിയൻ ലീഡർ സാറിന്റെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഫാക്ടറി ശ്രദ്ധിക്കുന്നില്ല എന്നും സ്വത്ത് തർക്കം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പന ഞാൻ ഒന്ന് നിൽക്കും മിഥുനേട്ടാ. മീഡിയക്കാരുടെ മുന്നിൽ എന്ത് ചെയ്താലും ഇത് നമുക്ക് പ്രശ്നമായിട്ട് മാറും. നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ വെറുതെ ഇരിക്കണം എന്നാണ് നീ പറയുന്നേ? നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം ഇതാണ്, നമ്മളെ നാണം കെടുത്തുക. ഈ സമയത്ത് നമ്മൾ കൂടുതൽ സൈലന്റ് ആയിട്ടിരിക്കുക വേണ്ടത്. ആശുപത്രിയിലെ അവസ്ഥ അറിഞ്ഞിട്ട് അച്ഛനൊന്നും ഇങ്ങോട്ട് വരട്ടെ.
ആ വർക്കറിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാ പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം. മിഥുനേട്ടൻ എവിടെ ഇരിക്കെ ഇരിക്കേ. ഇത് സിനിമയും സീരിയലൊന്നും അല്ലല്ലോ അമ്മേ. ഇത്ര ശ്രദ്ധയോടെ ഇരുന്ന് കാണേണ്ട ആവശ്യം എന്താ? ഓഫ് ചെയ്ത് വെക്ക്. വിവേക് ഇത് കാണുകയാണെങ്കിൽ അവിടേക്ക് പോണെന്ന് പറഞ്ഞ് വാശി പിടിക്കും. ഓഫ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയണ്ടേ? ബ്രേക്കിംഗ് ന്യൂസ്. നന്ദൻ കുടുംബത്തിൽ സ്വത്ത് തർക്കം ആരംഭിച്ചു. ആ പ്രശ്നങ്ങൾ കാരണമാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നടത്താത്തതെന്ന് യൂണിയൻ ലീഡർ ആരോപിച്ചു. ഇവിടുന്നുള്ള വിവരം വെച്ച് മായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചെയർമാനായ മേഘന ഇനി എന്തായിരിക്കും ചെയ്യുന്നത്? വീട്ടിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കോ അതോ ഫാക്ടറി പ്രശ്നങ്ങൾ തീർക്കോ? നമുക്കത് കണ്ടു തന്നെ അറിയാം. അമ്മ, വിവേക് വരുന്നുണ്ട്. ഒന്ന് ഓഫ് ചെയ്ത് വെക്ക്. അവിടെ സഹോദരങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തിനാ മോം ഇപ്പോ ടി വി ഓഫ് ചെയ്ത് വെക്കേ? എന്തിനാ? ആ ന്യൂസ് ഒന്നും കാണേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ആരാ? അത് നീയല്ലേ? നീ കാരണം ഈ കുടുംബത്തിന്റെ അന്തസ്സ് ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുന്നേ. ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നല്ല കഥയായല്ലോ. ചെയർമാൻ നിങ്ങളുടെ ഏട്ടത്തിയല്ലേ? എന്നെ എന്തിനാ പറയുന്നേ? ഫാക്ടറി കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കാനുള്ള കഴിവില്ലെങ്കിലേ റിസൈൻ ചെയ്യാണ് വേണ്ടത്. കഴിവുള്ള ആരെയെങ്കിലും പിടിച്ച് ആ ചെയറിലിരുത്തി മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരണമായിരുന്നു. അതെ വിവേക്, ആ ഫാക്ടറി നിന്റെ പേരിലായിരുന്നെങ്കിൽ എത്ര നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോയേനെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? മീഡിയക്കാര് നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും നിർത്ത്. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. അവിടെ നിക്ക് വിവേക്. നിങ്ങളിപ്പോ എവിടേക്കും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പണവും ഫാക്ടറിയും ഒക്കെയാണ് വേണ്ടത്. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയണ്ടല്ലോ. ഈ സമയത്ത് വലിയേട്ടനെയും മേട്ടത്തേരെയും കൂടെ ഞാൻ നിൽക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. അവിടെ പോയി നിങ്ങൾ എന്ത് ചെയ്യാനാ പോന്നെ? അവിടെ ഒന്നും ചെയ്യാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാനാണോ? അവർക്ക് നിങ്ങളുടെ ആവശ്യമില്ല. മീഡിയക്കാര് പോലും മൈക്കും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാ നിങ്ങൾ ആരാന്ന മീഡിയക്കാർക്ക് പോലും അറിയില്ലല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ മിഥുൻ നന്ദന്റെ അനിയനാണെന്നോ മേഘന മാഡത്തിന്റെ സഹോദരനാണെന്നോ അറിയാം. ഇതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി. ഇതിനു വേണ്ടി നിങ്ങള് അവിടെ വരെ പോവേണ്ട എന്താ ആവശ്യമുള്ളേ? ഇവിടെ തന്നെ നിക്ക്. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ആ TV ഓൺ ചെയ്ത് ലൈവും കണ്ടോണ്ട് നിക്ക്. അത് തന്നെ നല്ലത് വിവേക്. ഇനി നീ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ, പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ പറയുന്ന കേട്ട് ആടുന്ന പാവയെ പോലെ ഞാൻ നിന്നാ സർവനാശായിരിക്കും ഫലം. നിങ്ങൾ രണ്ടുപേരും എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ ഞാനും കൂടെ വരാം. നീ എന്തിനാ അങ്ങോട്ട് വരുന്നേ? നിങ്ങൾ എന്തിനാണോ പോകുന്നത് അതിന് തന്നെയാ ഞാനും വരുന്നേ. എന്തിനാ അങ്ങോട്ട് പോകുന്നേ? 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാൻ എന്റെ ലഗേജും കൂടെ എടുത്തോണ്ട് വരാം. ലഗേജ് ഇപ്പൊ എന്തിനാ? ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ട് അതുവഴി എന്റെ നാട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ അടിപൊളിയാ ചാരു. നമ്മൾ തമ്മിൽ പിരിയാൻ പോവാണെന്ന് അവിടെയുള്ള മീഡിയക്കാരോടും കൂടെ പറഞ്ഞേക്കാം. നിങ്ങളും നിങ്ങളുടെ വലിയേട്ടനും ഏട്ടത്തെയും കൂടി സന്തോഷായിട്ട് ജീവിക്ക്. എനിക്ക് അന്തസ് ഉണ്ടാക്കാനാണല്ലോ നീ ഇപ്പൊ ശ്രമിക്കുന്നേ. എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ചാരു, നീ എന്റെ മരുമകളാണെന്ന് തെളിയിച്ചു. ഞാൻ പറയുന്നത് പോലും അനുസരിക്കാത്ത എന്റെ മകൻ ഇന്ന് നീ പറയുന്ന കേട്ട് അകത്തേക്ക് പോയില്ലേ? അത്ര സന്തോഷിക്കാൻ ഇവിടെ എന്താ ഉണ്ടായേ?
വിവേക് എന്നെ അനുസരിക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അതൊക്കെ കുറച്ചു നാള് മുമ്പ്. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും നന്നായി ജീവിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. അതുകൊണ്ടാ ഞാനിങ്ങനെ പറയുന്നേ. നിങ്ങൾ ഇന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിച്ചാ മതി. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഫാക്ടറിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ ആരോപിക്കുന്നുണ്ട് സർ. ഇതെല്ലാം സത്യമാണോ? പ്ലീസ് പറയൂ സർ. പ്ലീസ് എന്നെ സർ, പോകാൻ പറയൂ. അനുവദിക്കൂ. ഉത്തരം പറയൂ. സർ പറയൂ സർ. പോട്ടെ. സർ, പ്ലീസ് പ്ലീസ്. സർ പറഞ്ഞു പോകും സർ, പ്ലീസ് സർ. പ്ലീസ് ഒന്ന് നമുക്ക് പറയൂ എന്തെങ്കിലും സർ. പ്ലീസ് സർ, പ്ലീസ് പറഞ്ഞു മനസ്സിലാവില്ല. സർ, ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മാറി പോ, നിൽക്കുക. സർ. പ്ലീസ് സർ, പ്ലീസ്. പ്ലീസ് സർ. നിങ്ങളൊന്ന് മാറി സർ, നിൽക്കൂ. ഞാൻ സർ, ഒന്ന് ഓഫീസിൽ പറഞ്ഞിട്ട് ചോദിച്ചതിന് പോ, മറുപടി സർ. പറയൂ സർ. പോണം പ്ലീസ്. പാവം ആ കിളവൻ. നീ കുറച്ച് ഗ്യാപ്പ് കൊടുക്കും മഞ്ജരി. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫാമിലി മുഴുവൻ ഒരു കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത്ര ഈസി ആയിട്ട് ഞാൻ അവരെ മരിക്കാൻ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സരയു? ആ മേഘനയെ ഞാൻ ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലൂ. അവളെ ഞാൻ നരകം കാണിച്ചു കൊടുക്കും. വീട്ടിൽ അനിയത്തിയും ചേച്ചിയും തമ്മിൽ സ്വത്ത് തർക്കം. ഓഫീസിലാണെങ്കിൽ വിവേകിന് വേണ്ടി ചാരുവിന്റെ വഴക്ക്. ഇപ്പൊ നോക്ക്, ഫാക്ടറിയില് ഈ പ്രശ്നവും വന്നു. മേഘനയ്ക്ക് ഇതുവരെ കൊടുത്തതിൽ ഏറ്റവും വലിയ പണി ഇത് തന്നെയല്ലേ മഞ്ജരി? എന്ത് സ്ത്രീകളെ ഇവരൊക്കെ! ഛേ, രണ്ടും കണക്ക് തന്നെ. വൃത്തികെട്ട മനസ്സാ. ഇതുപോലെയൊക്കെ അവള് പലതും അനുഭവിക്കേണ്ടി വരുമെന്നോ? ഓൾറെഡി ഞാൻ മേഘനയോട് പറഞ്ഞതാ. അപ്പൊ ഒക്കെ ഫൈറ്റ് ചെയ്ത് ശീലമുണ്ടെന്ന്. നമുക്ക് കാണാം അവൾ എത്രത്തോളം ഫൈറ്റ് ചെയ്യുമെന്ന് അറിയണമല്ലോ. അവളുടെ നാലു ചുറ്റും ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് നിൽക്കക്കളി ഇല്ലാതാവുമ്പോൾ അവളുടെ മുന്നിൽ മറ്റൊരു വഴിയില്ലല്ലോ. ഇനിയും മേഘന വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. ഇന്നത്തോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അവൾ ഇന്ന് എന്റെ മുന്നിൽ വന്നു നിന്ന് കരയും. എന്റെ മാത്രമായിട്ടുള്ള മിഥുനെ എനിക്ക് തിരിച്ചു തരികയും ചെയ്യും. എന്നിട്ട് എന്നേക്കുമായി അവൾ ആ വീട് വിട്ടു പോവും. എന്നാലേ ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കും. മേഘന മേഡം എപ്പോഴും അവസാന നിമിഷം എന്തെങ്കിലും ഒരു അത്ഭുതം നടത്താറുണ്ടല്ലോ. എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത്തവണ അങ്ങനെ തന്നെ ചെയ്താലോ? ഇത്തവണ അവൾക്ക് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയില്ല. അതിനുള്ള വഴികളെല്ലാം ഞാൻ അടച്ചു കഴിഞ്ഞു. വീട്ടിൽ സ്വന്തം അനിയത്തി സ്വത്തുക്കൾ എഴുതി തന്നില്ലെങ്കിൽ കോടതി കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. വിവേക് ആണെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഫാക്ടറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവളുടെ കൺമുന്നിൽ അവൾ കാണുന്നതല്ലേ. ഇങ്ങനെയുള്ള സിറ്റുവേഷനില് ഈ മേഘനയ്ക്കെന്നല്ല ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. യു ആർ റൈറ്റ് മഞ്ജരി. ശരിക്കിപ്പോ നീ മേഘനയെ ഒരു ചക്രവ്യൂഹത്തിൽ പെടുത്തിരിക്കുക. ഇതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തിറങ്ങാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇത്തവണ നീയാ വിജയിക്കാൻ പോകുന്നത്. യു ആർ ഗോയിങ് ടു വിൻ. അഡ്വാൻസ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അച്ഛാ, അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോളെ. അയാളുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ചെലവുകളും നമ്മൾ നോക്കിക്കൊള്ളാമെന്നും അയാളുടെ കുടുംബത്തിനും കൂടെയുള്ള വർക്കേഴ്സിനും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും വളരെ നന്നായി അച്ഛാ. അവര് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് മാത്രം മതി. അല്ല, പുറത്ത് മീഡിയക്കാർ എങ്ങനെ വന്നേ? അവരെ ആരെ വിളിച്ചു വരുത്തിയേ? വർക്കേഴ്സിന്റെ ഈ സ്ട്രൈക്കും മീഡിയക്കാരുടെ വരവും ഒക്കെ നമുക്കെതിരെ ആരോ കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നൊക്കെയാ മേഘന പറയുന്നത്. സത്യമാണ് മിഥുൻ. ഇതൊക്കെ ചെയ്യിക്കുന്ന അവര് തന്നെയാ. അതും മനഃപൂർവ്വം തന്നെയാ. അവർക്ക് ആരാ ഡാഡ്? മേഘനയോട് ചോദിച്ചിട്ടാണെങ്കിൽ അവളൊന്നും പറയുന്നില്ല. ഡാഡെങ്കിലും എന്നോടൊന്ന് പറ. ഇപ്പൊ എന്തിനാ നമ്മൾ ആ കാര്യമൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷനാണ് വേണ്ടത്. എന്താ ഡാഡ് ഇത്? മേഘനയെ പോലെ തന്നെ ഡാഡും തുടങ്ങാൻ പോവാണോ? അപ്പൊ അവരാരാണെന്ന് ഞാൻ അറിയാൻ പാടില്ലേ? അതോ എനിക്ക് നന്നായി അറിയുന്ന ആളോ മറ്റോ ആണോ? അവരാരാണ് എന്താണെന്നൊക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ നീയും മനസ്സിലാക്കും. അതുവരെ നീ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. മോളെ മേഘനെ, ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? യൂണിയൻ ലീഡറുമായിട്ട് സംസാരിക്കാൻ സാധിച്ചോ? മേഡം അയാളെ ചർച്ചയ്ക്ക് വിളിച്ചാണ് സാറേ. പക്ഷെ അവരാരും അതിന് സമ്മതിക്കുന്നില്ല. എന്തുണ്ടെങ്കിലും എല്ലാവരെയും മുമ്പിൽ വെച്ച് സംസാരിക്കാന്ന്. ഈ മീഡിയക്കാരെ മുമ്പിൽ വെച്ച് എന്ത് സംസാരിക്കും? നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് സെൻസേഷണൽ ന്യൂസാക്കും, കാര്യങ്ങൾ പെരുപ്പിക്കുകയും ചെയ്യും. ഞാൻ സംസാരിക്കാൻ ഡാഡ്. ഈ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. മാനേജ്മെന്റ്
ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ ആദ്യം ഈ ബഹളം ഒന്ന് നിർത്ത്. നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ നിർത്തില്ല. ഞങ്ങൾക്ക് ന്യായം ലഭിക്കുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും.